ഇന്നത്തെ അറിയിപ്പുകൾ. രാജ്യത്തെ ആധാർ സേവനങ്ങളുടെ നിരക്കുകളിൽ വർധനവ്. പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. ചൊവ്വാഴ്ച മുതൽ വർദ്ധിപ്പിച്ച നിരക്ക് നിലവിൽ വന്നു. 50 രൂപ ഈടാക്കിയിരുന്ന പല സേവനങ്ങൾക്കും ഇനി മുതൽ 75 രൂപ നൽകേണ്ടിവരും. 100 രൂപ ആയിരുന്നവയ്ക്ക് 125 രൂപയായി. അടുത്ത 3 വർഷം വരെ ഈ നിരക്കായിരിക്കും. ആധാർ എടുക്കുമ്പോൾ രേഖപ്പെടുത്തിയ വിരലടയാളം, കണ്ണ്, ഫോട്ടോ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള നിരക്കുകളിലും മാറ്റം വരുത്തി. 5 മുതൽ 7 വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഒരിക്കൽ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നത് സൗജന്യമാണ്. 15 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്യുന്നതും സൗജന്യമാണ്. വിലാസത്തിനും തിരിച്ചറിയലിനുമുള്ള രേഖകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നതാണ് ഡോക്യുമെന്റ് അപ്ഡേറ്റ്. മൈ ആധാർ പോർട്ടൽ വഴിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ജൂൺ 14 വരെ സേവനം സൗജന്യമാണ്. എന്നാൽ ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങൾ വഴി ചെയ്യുമ്പോൾ നിലവിലെ 50 രൂപയിൽ നിന്ന് 75 രൂപയായി ഫീസ് വർദ്ധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണം ബമ്പർ ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് ശനിയാഴ്ച നടക്കും. മാറ്റിവെച്ച നറുക്കെടുപ്പാണിത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ഓണം ബമ്പർ നറുക്കെടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആർക്കാകും 25 കോടിയെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഭാഗ്യാന്വേഷികൾ. കഴിഞ്ഞയാഴ്ച നടക്കേണ്ട നറുക്കെടുപ്പ് അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. 500 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് 21 കോടീശ്വരന്മാരെയാണ് കേരള ലോട്ടറി വകുപ്പ് സൃഷ്ടിക്കുക. ഒന്നാം സമ്മാനമായ 25 കോടി രൂപയ്ക്ക് പുറമെ രണ്ടാം സമ്മാനമായി 1 കോടി രൂപ 20 പേർക്കും ലഭിക്കും. മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും ലഭിക്കും. കൂടാതെ 5000, 2000, 1000, 500 രൂപയുടെ നിരവധി സമ്മാനങ്ങളും നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ ചെക്കുകൾ ഇനി മുതൽ അതാത് ദിവസം തന്നെ പാസാക്കും. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒക്ടോബർ 4 മുതലാണ് പുതിയ രീതി നടപ്പാകുന്നത്. പുതിയ നയമനുസരിച്ച് ബാങ്കിൽ ഏൽപ്പിക്കുന്ന ചെക്ക് ബാങ്കുകൾ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ സ്കാൻ ചെയ്ത് അന്നേ ദിവസം വൈകിട്ട് 7 മുൻപ് ക്ലിയർ ചെയ്തിരിക്കണം. ചെക്ക് അംഗീകരിക്കണോ തള്ളണോ എന്ന് അത് സ്വീകരിക്കുന്ന ബാങ്ക് വൈകിട്ട് 7 മുൻപ് തീരുമാനിക്കണം. അല്ലാത്ത പക്ഷം അവ അംഗീകരിച്ചതായി കണക്കാക്കും. സെറ്റിൽമെന്റ് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തുക ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ചെക്ക് നൽകിയ ആളിന്റെ അക്കൗണ്ടിൽ ആവശ്യമായ തുക ഉണ്ടാകണമെന്ന് മാത്രം. നിലവിൽ മിക്ക ബാങ്കുകളും കുറഞ്ഞത് 2 പ്രവൃത്തി ദിവസം എടുത്താണ് ഇടപാടുകാരന്റെ അക്കൗണ്ടിൽ പണം എത്തിക്കുന്നത്. ഇടപാടുകാർ ശാഖകളിൽ സമർപ്പിക്കുന്ന ചെക്കുകൾ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം വഴിയാണ് നിലവിൽ മാറ്റിയെടുക്കുന്നത്. ഒരു ദിവസം നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് സ്കാൻ ചെയ്ത് ക്ലിയറിംഗിന് അയക്കുകയാണ്. ചെക്ക് ലഭിക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് CTS-ലൂടെ ക്ലിയറിംഗിന് അയക്കുന്നതായിരിക്കും പുതിയ സംവിധാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.